വീണ്ടും വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിലും എറണാകുളത്തും പുലർച്ചെ വരെ കനത്ത മഴ പെയ്തു. ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യാൻ 3 മണിക്കൂർ വൈകിയതിനാൽ മടക്കയാത്ര വൈകുകയാണ്. എറണാകുളത്ത് വെള്ളക്കെട്ട് ഒഴിവായെങ്കിലും ദുരിതം അവസാനിച്ചിട്ടില്ല. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം തുടരുകയാണ്. അതേസമയം വെള്ളക്കെട്ടിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. ഇന്നലെ കളമശ്ശേരി നഗരസഭയിലേക്ക് CPM-ഉം മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് കൊച്ചി കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്നും സാഗർ ഇടുക്കിയിൽ നിന്നും ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, കൊച്ചിയെ സംബന്ധിച്ച് വലിയ മഴ ഇന്നലെ രാത്രിയും പെയ്യുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ടിലുള്ള രാഷ്ട്രീയ പോര് തകർക്കുകയാണ്. ഇന്നും കോൺഗ്രസിന്റെ മാർച്ചുണ്ട് കോർപ്പറേഷനിലേക്ക്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ മഴ മാറി നിൽക്കുവാണോ? അശ്വതി, മഴ മാറി നിൽക്കുന്നു എന്ന് പറയാൻ കുറച്ച് കുറയുന്നു. അതായത് ഇടവേളകളിലാണ് അത്തരം ചില ഇടവേളകളാണ് കുറച്ച് ആശ്വാസം നഗരവാസികൾക്കുള്ളത്. പൂർണ്ണമായും മഴ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ മഴ മാറിയെന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ശക്തമായ മഴ വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് തന്നെയാണ്. പക്ഷേ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഏത് സമയവും വലിയ രീതിയിൽ മഴ വരാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഈ സമയം വരെ വലിയ ശക്തമായ രീതിയിലേക്ക് മഴ മാറിയിട്ടില്ല. അതേസമയം തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുന്നുണ്ട്. കളമശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ ശക്തമായിട്ട് ഇടയ്ക്കിടെ തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു കെടുതി കൂടുതലായും അനുഭവിക്കുന്നത് ജനങ്ങൾ തന്നെ, കൂടുതലെന്നല്ല മുഴുവനായി അനുഭവിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്, സാധാരണക്കാർ തികച്ചും. പലയിടങ്ങളിലും വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങുന്നില്ല. വെള്ളം മാറി വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും മഴയെത്തുന്നു. വീണ്ടും പഴയതുപോലെ തന്നെ വെള്ളക്കെട്ടിലാവുന്നു. വീണ്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കളമശ്ശേരിയിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് അതേപോലെയാണ്. സമാനതകളില്ലാത്ത ദുരിതമാണ് ഈ കാലവർഷക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ വലിയ അപര്യാപ്തത തന്നെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ആലോചനകളില്ലാതെ ഈ കാനകൾ, അതിൻ്റെ ഒരു കണക്ടിവിറ്റി, ഇതെല്ലാം ചെയ്യുന്നത് വലിയ കൂടിയാലോചനകളോ ആസൂത്രണങ്ങളോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോ ഒന്നും പരിഗണിക്കാതെ നിർമ്മിച്ചു കൂട്ടുന്നതിന്റെ തിക്തഫലങ്ങൾ പലതും തന്നെ നഗരവാസികൾ അനുഭവിച്ചു വരുന്നു. ഒപ്പം ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തന്നെ പ്രവർത്തനം തുടരുന്നുണ്ട്. മഴ മൂലം ഇന്ന് ഉണ്ടായിരുന്ന ഒരു വിഷയങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമിറേറ്റ്സിൽ നിന്ന് ദുബായ് വിമാനം യാത്ര വൈകുന്നു. 10 മണിയോടുകൂടി ടേക്ക് ഓഫ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ ഇവിടെ എത്തേണ്ട വിമാനം ശക്തമായ മഴ മൂലം ബംഗളൂരുവിലേക്കും പിന്നീട് അതിനുശേഷം കൊച്ചിയിലേക്കും തിരിച്ചെത്തി. പക്ഷെ ഇവിടെ നിന്ന് ഇനി 10 മണിയോടുകൂടിയാണ് അത് പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ. പുലർച്ചെ തന്നെ തിരിച്ചു മടങ്ങേണ്ടതാണ്. ഒപ്പം വൈറ്റ്ല ഭാഗത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടമുണ്ടായിരുന്നു. അതും ഇതിൽ പെടുന്നതാണ്. ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിലേക്കെല്ലാം തന്നെ യാത്രാ ദുരിതങ്ങളിലേക്കും വരുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട ഒരു വിഷയങ്ങൾ തിരിച്ച് ഇത് ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസും CPM-ഉം പരസ്പരം മത്സരിക്കുന്നുണ്ട്. തങ്ങളുടേതല്ല പഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരങ്ങളിലേക്ക് ഇറങ്ങുന്നത്. കളമശ്ശേരിയിൽ UDF ഭരിക്കുന്ന നഗരസഭയിൽ ഇതിന്റെ ഈ വെള്ളക്കെട്ടിന്റെ മുഴുവൻ ഉത്തരവാദിത്തം നഗരസഭയ്ക്കാണ് എന്നാണ് അവിടെ CPM പറയുന്നത്. മന്ത്രി P. രാജീവ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം യോഗത്തിൽ പറഞ്ഞത് വെള്ളക്കെട്ടിന്റെ ഉത്തരവാദി ആരെന്ന് നിങ്ങൾ നഗരസഭയോട് ചോദിക്കുക എന്നാണ്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉളവാക്കി. തുടർന്ന് P. രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും കൗൺസിൽ ഹാളിലേക്ക്, നഗരസഭാ ഓഫീസിലേക്ക് CPM-ഉം മാർച്ച് നടത്തുകയുണ്ടായി. കൊച്ചി നഗരസഭയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണ പ്രത്യാരോപണം ഇതെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് നഗരസഭാ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നഗരസഭയുടെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലേക്ക് നഗരം മുങ്ങുവാനുള്ള ഒരു കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരം വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോഴും ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു അവസാനവുമാകുന്നില്ല എന്നതാണ്. ഓരോ മഴയിലും അവരത് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അശ്വതി, അതാണ് ഡാനി ഞാൻ ചോദിക്കാൻ വന്നതും അതുതന്നെയാണ്. ഈ ആരോപണ പ്രത്യാരോപണങ്ങളും സമരവും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും പഴയ കൊച്ചി തന്നെയാണ്. ഒരു മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നു, യാത്രാ ദുരിതമുണ്ടാകുന്നു, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, പലയിടങ്ങളും വെള്ളത്തിനടിയിലായി പോകുന്ന അവസ്ഥ വരെയുണ്ട്. ഇത്തവണയും അതിന് മാറ്റമില്ലല്ലോ അല്ലേ? കാലവർഷം തുടങ്ങിയിരിക്കുന്നു.
ഒരു മാറ്റവുമില്ല. കാരണം നമ്മൾ കുറച്ച് നാളുകളായി കാണുന്നത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്നു. ഇപ്പോൾ അത് കൊച്ചി മെട്രോയ്ക്കകത്തിരുന്ന് പോലും മെട്രോയ്ക്കകത്തിരുന്ന് താഴെയുള്ള വെള്ളക്കെട്ടുകൾ കാണാമെന്നതിനപ്പുറത്തേക്ക് മറ്റൊരു മാറ്റവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. വലിയ രീതിയിൽ നഗരത്തിൽ ഇത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്, ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനുള്ളൊക്കെ ആസൂത്രിതമായ ഒരു പദ്ധതി ഉണ്ടാകുന്നില്ല. പലതും പാതി വഴിയിൽ തന്നെ അവസാനിക്കുകയാണ്. മുല്ലശ്ശേരി കനാലിന്റെ നിർമ്മാണം ബ്രേക്ക് ത്രൂവിന്റെ ഘട്ടങ്ങളിലും ഇതെല്ലാം തന്നെ വരേണ്ടതായിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാതെ പലയിടങ്ങളിലും ഈ രീതിയിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും ജനങ്ങൾ ഇതിന്റെ രൂക്ഷത അനുഭവിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ എറണാകുളം കച്ചേരിപ്പടി ഭാഗത്തു നിന്നുള്ളതാണ്. സ്ലാബ് ഒടിഞ്ഞ് പോയിരിക്കുന്നു. അത് ഈ രീതിയിൽ കെട്ടിവെച്ച് നിലനിർത്തിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു ആസൂത്രണവുമില്ല. ഇതെന്ത് ചെയ്യുമെന്ന് കോർപ്പറേഷൻ അധികൃതർക്ക് പോലും വലിയ നിശ്ചയമൊന്നുമില്ല. പലയിടത്തും നഗരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലെല്ലാം തന്നെ പരാജയമായെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയൊരളവ് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങൾ പലയിടത്തും കാണാം. ആകെ ഒരു ആശ്വാസം മഴയുടെ തോർച്ചകളിൽ ഒരു ജനങ്ങൾ ആശ്വാസം കൊള്ളുന്നുണ്ട്. കാരണം വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്നു. എന്നാൽ അത് തങ്ങൾ നടപ്പാക്കിയ പദ്ധതികളുടെ ഒരു വിജയമാണെന്നാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഒഴുകിപ്പോകാനായിട്ടെല്ലാം തന്നെ സാധിക്കുന്നത്. മഴയുടെ അളവ് കൂടുന്നു. അത് കൊച്ചി നഗരത്തിൽ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് താങ്ങാവുന്നതിനും അപര്യാപ്തമായതിനും അപ്പുറത്താണ് മഴയുടെ അളവെന്ന് പറയുന്നു. ഒരു പരിധിവരെ അതിലും സത്യമുണ്ട്. പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂട്ടി മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഈ അവസരത്തിലും ഉയരുന്നുണ്ട്. ശരി, അതാണ് കൊച്ചിയുടെ അവസ്ഥ. മഴയിൽ പഴയ രീതിയിൽ തന്നെ തുടരുകയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല വെള്ളക്കെട്ടിന് എന്നുള്ളതാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ വലിയ മഴയുണ്ടായിരുന്നു പുലർച്ചെ വരെ. പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നു. സാഗർ ചേരുന്നു വിവരങ്ങളുമായി. സാഗർ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മഴ കുറഞ്ഞു നിൽക്കുകയാണോ? മലങ്കര ഡാമിന്റെ ഷട്ടർ തുറന്നിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? ആക്ച്വലി ഇപ്പോൾ ജില്ലയിൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. എന്നാലും മഴ പെയ്യുവാനുള്ള ഒരു അന്തരീക്ഷമാണ് ജില്ലയിൽ ഒട്ടാകെ നിലനിൽക്കുന്നത്. ഇപ്പോൾ മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ തുറന്ന് കൂടുതൽ അളവിൽ ഇന്ന് രാവിലെ മുതൽ പുറത്തേക്ക് വെള്ളം ഒഴുക്കി തുടങ്ങി. ഇതുമൂലം തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവരോട് കനത്ത ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴയാണ് ജില്ലയിൽ വ്യാപക നാശം വിതച്ചത് എന്ന് തന്നെ പറയാം. ഇന്നലെ ഉച്ചയ്ക്ക് 3:30-ക്ക് ശേഷമാണ് ജില്ലയിലെ തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ വ്യാപകമായ ഒരു നാശം വിതച്ചത്. ഇത് കരിപ്പലങ്ങാട് എന്ന് പറയുന്ന ഭാഗത്ത് വ്യാപകമായ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിൽ പലയിടത്തും ഉരുൾപൊട്ടലും ഉണ്ടായി. ഈ മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ കരിപ്പലങ്ങാട് ഭാഗത്ത് മണ്ണിടിഞ്ഞത് റോഡിലൂടെ ഓടി വരികയായിരുന്ന കാറ് 5-ലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ഇതിൽ 2 വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി. തലനാരിഴയ്ക്കാണ് ഒരു വൻ ദുരന്തം ഒഴിവായതെന്ന് തന്നെ പറയാനാവും. തൊട്ടടുത്ത് തന്നെ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഈ വീട്ടിൽ ഒരു യുവതി ഉണ്ടായിരുന്നു. എന്നാൽ അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പൊ ഇന്നലെ രാത്രി പുളിയന്മല തൊടുപുഴ സംസ്ഥാന പാത ഇന്നലെ രാത്രി ഈ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെ ഭാഗികമായി മാത്രമേ ഈ വഴി തുറന്നു കൊടുക്കുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടുള്ളൂ. കാരണം വലിയ തോതിൽ തന്നെ മരങ്ങളും മണ്ണും ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് പലയിടത്തും വൈദ്യുതി ബന്ധവും താറുമാറായിട്ടുണ്ട്. ജില്ലയിൽ ഇത്തരത്തിൽ മഴ ആരംഭിച്ചപ്പോൾ തന്നെ ഒട്ടേറെ ഒരു നാശം വിതയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ പലയിടത്തും ഉരുൾപൊട്ടി, ചെറിയ തോതിലാണെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ വ്യാപകമായി ഹെക്ടർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയതായാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ തന്നെ ആ ഒരു ആശങ്കയോടെ തന്നെയാണ് ഈ ജില്ല നോക്കിക്കാണുന്നത്. ശരി സാഗർ, എന്തായാലും കാലവർഷം തുടങ്ങിയതേയുള്ളൂ. ഇടുക്കി ജില്ലയിൽ വലിയ ദുരിതമുണ്ട്. സാഗറാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം പനത്തുറയിൽ കടൽ ഭിത്തി തകരുന്നു. ദീർഘകാലമായി നവീകരണ പ്രവൃത്തി നടക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ശക്തമായ തിരയടി തുടർന്നാൽ കടൽ ഭിത്തി പൂർണ്ണമായും തകരുകയും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. കാലവർഷം കൂടി എത്തിയതിനാൽ 200ഓളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. ശക്തമായ തിരയടി പനത്തുറ നിവാസികളെ തള്ളിയിടുന്നത് കൊടും ഭീതിയിലേക്ക്. ഇനിയൊരു കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ കടൽ ഭിത്തിക്ക് ശേഷിയില്ലെന്ന് ഇവർ പറയുന്നു.
കഴിഞ്ഞ ദിവസം രാത്രിയോടെ ശക്തമായ തിരയടിയിൽ കടൽഭിത്തിയിലെ പകുതിയിലധികവും കല്ലുകളും ഇളകിത്തെറിച്ചു. ഇനി ഒരു വരി കല്ല് മാത്രമാണ് അവശേഷിക്കുന്നത്. ഞങ്ങൾക്ക് കിടക്കാൻ നിവർത്തിയുള്ള വീട് അതുപോലെ അതാണ്. എല്ലാം പൊട്ടി അകത്തൂടെ വെള്ളം കയറി ഞങ്ങൾ ഇരുന്ന് നേരം വെളുപ്പിക്കുക. ഈ കടൽ ഇനി വന്ന ഇന്നലെ ആണെങ്കിൽ ഇവിടെ കായൽ കിടന്ന പോലെ കിടന്നു, അത്രയും പറ്റി അങ്ങ് പോയി. കല്ലുകളൊക്കെ അത് അത്രയും ഇടിഞ്ഞ് കരിഞ്ഞ് ഒക്കെ വീണ് കിടക്കണം. ആരെ കൊണ്ട് സാധിക്കും കടലിൽ അടിച്ച് നിർത്താൻ? എന്ത് ചെയ്യാൻ? നമ്മളെ ജീവിതം എങ്ങനെയാണ് പോയി. 8 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക രീതിയിലുള്ള കടൽഭിത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരുന്നു. എന്നാൽ നവീകരണ പ്രവൃത്തികളൊന്നും നടത്താൻ അധികാരികൾ തയ്യാറാകാത്തതിനാൽ അതിൽ പകുതിയും തകർന്നു വീണു. ആഞ്ഞടിക്കുന്ന തിരകളെ ചെറുക്കാൻ കടൽഭിത്തി ഇല്ലാതായാൽ 200ഓളം വീടുകളിൽ കടൽ വെള്ളം നിറയും. നിലവിൽ കാൽനട പോലും ദുഷ്കരമായ അവസ്ഥയിലാണ്. കാലവർഷം എത്തിയതിനാൽ കലിതുള്ളി മഴയെത്തിയാൽ എന്തു ചെയ്യുമെന്ന ഭീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് 18 തിരുവനന്തപുരം.